ഹലോ! എല്ലാവർക്കും ഈസി ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും വയ്ക്കാറുള്ള ഒരു കറിയാണ്. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ഈ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമ്മൾ കഷ്ണത്തിനായിട്ട് എടുത്തിരിക്കുന്നത് കായയാണ്. കായ ഒരു 3 കായ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ദാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ട്ടോ. കുറച്ച് കട്ടിയില് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ കുക്കറിലേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് കായ ഇട്ട് കൊടുത്തു. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പച്ചമുളകും ഇഞ്ചിയാണ്. അപ്പം ഞാനൊരു 4 പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എരിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ഒരു തേങ്ങ എടുത്തിട്ട് അത് 1ഉം 2ഉം ആക്കി തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ 2ാം പാൽ ഒഴിച്ചാണ് നമ്മൾ ഈ കായ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ 2ാം പാലിൽ നമുക്ക് കായ വേവിച്ചെടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കറി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനി കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രഷർ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എയറൊക്കെ ഫുള്ള് പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കായ വെന്തോന്നൊന്ന് നോക്കാം. നമ്മൾ 2ാം പാൽ ഒഴിച്ച് വേവിച്ച കായ ദാ വെന്തോന്നൊന്ന് നോക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതാ അടുത്തതായിട്ട് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കായയിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം 1ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അത് തിളച്ച് പോവരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി വേണം 1ാം പാൽ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. 1-2 തിളയൊക്കെ വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള മെയിൻ ഐറ്റം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് തൈര് എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം പുളിയുള്ള മോരാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് നമുക്ക് മോര് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത് കേട്ടോ. നമ്മുടെ 1ാം പാൽ ഒഴിക്കും പോലെ തന്നെയാണ്, ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.25 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇതോടൊപ്പം തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളിയും വറ്റൽമുളകും ഒരു പകുതി മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തു. ഇനി ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള മോരുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആരും വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വച്ചു നോക്കണം. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വച്ചിട്ടുണ്ടല്ലേ, ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.